തലസ്ഥാന നഗരത്തിൽ ഗുണ്ടാവിളയാട്ടം പതിവ് കാഴ്ചയാണ്. രാത്രി സമയങ്ങളിൽ ജനങ്ങൾ സജീവമായിട്ടുള്ള തിരുവനന്തപുരം കഴക്കൂട്ടമാണ് ഇവരുടെ വിഹാര കേന്ദ്രം. ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ ഗുണ്ടാപ്പിരിവ് പതിവായി നടക്കുന്നുണ്ട്. പണം കൊടുത്തില്ലെങ്കിൽ ആക്രമണം. കഴിഞ്ഞ രാത്രി കഴക്കൂട്ടത്തെ ഹോട്ടലിലാണ് ഗുണ്ടാക്രമണമുണ്ടായത്. ഹോട്ടലിലെ ജീവനക്കാരനായ തൗഫീഖിന് വെട്ടേറ്റു. ഹോട്ടലിലെ സാധനങ്ങളും നശിപ്പിച്ച നിലയിലാണ്. സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കഴക്കൂട്ടത്തെ കൽപ്പാത്തി ഹോട്ടലിൽ ആക്രമണമുണ്ടായത്. ഹോട്ടൽ ജീവനക്കാരനായ വെഞ്ഞാറമൂട് സ്വദേശി തൗഫീഖ് റഹ്മാന് വെട്ടേറ്റു. നിരവധി കേസുകളിൽ പ്രതിയായ കഴക്കൂട്ടം സ്വദേശി വിജീഷ്, സഹോദരൻ വിനീഷ് എന്നിവരാണ് ആക്രമിച്ചത്. വെട്ടുകത്തികൊണ്ട് കഴുത്തിൽ വെട്ടിയത് തൗഫീഖ് തടഞ്ഞു. ഇതോടെ കൈയിലാണ് വെട്ടേറ്റത്. ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമം നടത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതികളെ ഉടൻ തന്നെ പോലീസ് പിടികൂടി. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഒരാഴ്ച മുൻപ് പ്രതിയായ വിനീഷ് മദ്യപിച്ച് ഹോട്ടലിലെത്തി പണം ആവശ്യപ്പെട്ടു. ഇത് തർക്കത്തിനിടയാക്കി. ആ വിരോധത്തിലാണ് ഇപ്പോഴത്തെ ആക്രമണം. ഹോട്ടലിലെ സാധനങ്ങളും ഇവർ നശിപ്പിച്ചു. കഴക്കൂട്ടം, തുമ്പ, കഠിനംകുളം സ്റ്റേഷനുകളിൽ വധശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതികളാണ് വിജീഷും വിനീഷും. ന്യൂസ് 18 തിരുവനന്തപുരം.